തുടക്കകാലം കോളേജ് ടൈമാണ്. അപ്പം കോളേജും അല്ല, സോറി, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 15 വയസ്സ്. 15 വയസ്സിൽ ഞാൻ ട്യൂഷന് പോയിരുന്നൊരു സ്ഥലമുണ്ട് അവിടെ, പൊന്നാനി ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഈ അന്ന് ടെലിഫിലിമൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടർ എൻ്റെ ഫ്രണ്ടിൻ്റെ റെൻറ്റിന് കൊടുത്തിരുന്ന വീട്ടിലാണ് പുള്ളി താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനവനെ ഒന്നിച്ച് പോകുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഞാൻ അഭിനയിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കോളേജിൽ സ്കൂളിൽ ഇതൊക്കെ ഉണ്ട്, നാടകം പരിപാടി, ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ പറഞ്ഞു ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളാന്ന് പറഞ്ഞു, സ്കൂളിലൊക്കെ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നേടാ, ഇങ്ങനെ നിന്നെ എങ്ങനെ ചോദിച്ചു നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുവരെ ഞാനൊരു അഭിനയത്തിൻ്റെ കാര്യത്തെപ്പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ സിനിമ റിലേറ്റഡ് ആണ് ഫാമിലി, കാരണം ഫാദറിന് അവിടെ പൊന്നാനി തിയേറ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ അഭിനയിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പുള്ളിയെ പോയി കാണുകയും അങ്ങനെ ഒരു ടെലിഫിലിമിൽ ആണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ അതിന് തുടർച്ചയൊന്നും ഉണ്ടായില്ല. പിന്നെ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എവിടേക്കോ അങ്ങനെ ആഗ്രഹം കയറി, അപ്പോഴേക്കും മിമിക്രിയും ഒക്കെ പല ഘട്ടങ്ങളിലേക്ക് വന്നു. അങ്ങനെ ആഗ്രഹം കയറി അന്ന് നിറം എന്ന് പറയുന്ന സിനിമയിലാണ് ശരിക്ക് നിറത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിറത്തിൽ കണ്ടിട്ടില്ലേ? നിറം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിറത്തിൽ അതിലൊരു നിറം എൻ്റെ ഉണ്ടാവും എവിടെയെങ്കിലും, കാരണം കോളേജിലെ പിള്ളേരുടെ ഇടയിൽ എവിടെയെങ്കിലും ഞാനുണ്ടാവും. ആക്ച്വലി എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് ഇപ്പോഴും. പാട്ട്, മറ്റേ പാട്ടില്ലേ, പ്രായം തമ്മിൽ, ആ പാട്ടിനകത്ത് കുഞ്ചാക്കോവൻ്റെ ബാക്കിൽ നോക്കി ഒരു മൂന്നാമത് തലത് മുക്കിൽ ഇരിപ്പുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുത്ത റിങ് ഇതുപോലെ നമ്മൾ കാണിക്കില്ല, ഇതിനകത്തൊക്കെ വരച്ച് കാണിക്കുന്നവരെന്നെ ഒരു ചോപ്പ ടീഷർട്ടൊക്കെ ഇരിപ്പുണ്ട്. അതായിരുന്നു ഫസ്റ്റ് സിനിമ. ഒരു 10-30 ദിവസത്തോളം ഇരിഞ്ഞാലക്കുട കോളേജിൽ ഉണ്ടായി. അതിനകത്ത് എൻ്റെ ഒരു നിറം പോലും കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മനസ്സുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങി തിരിച്ച് കോളേജിൽ വന്നു. അപ്പോഴേക്കും ഭയങ്കര വാർത്തയായി, കാരണം അനിയത്തിപ്രാവൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ ശാലിനി എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു കൂട്ടുകാരൻ സൈക്കിളിൽ പറന്നു വന്നു. ഡോഷേ എന്നൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ കാണില്ല, വന്ന് വീഴുന്ന പോലെയൊക്കെ വന്ന് വീട്ടിൽ വന്നിട്ട് ചാടി ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിൻ്റെ ഫോട്ടോ വെള്ളിനക്ഷത്രത്തിൽ. ഞാൻ വെള്ളിനക്ഷത്രത്തിൽ ഫോട്ടോയോ, നീ വാ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത സൈക്കിൾ എടുത്തു. വെള്ളിനക്ഷത്രം പല കടകളിലും വെള്ളിനക്ഷത്രം ഇല്ല, ദേഷ്യം തോന്നി അവരുടെ അടുത്തൊക്കെ, ഏതൊക്കെ വേറെ ഉണ്ട്. അവസാനം ഒരു കടയിൽ വെള്ളിനക്ഷത്രം കണ്ട് നിർത്തി നോക്കുമ്പോൾ കണ്ട് ചാക്കോച്ചൻ ചാലിൽ നിൽക്കുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഞാൻ നിൽപ്പുണ്ട്. അത് അതിനകത്തൊരു ഇനോഗ്രേഷൻ, എന്തൊരു ഇവർ ഒന്നിച്ച് പോയിട്ടൊരു കട ഓപ്പണിങ് നടത്തുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ എങ്ങനെ ഞാൻ പെട്ടു. സ്റ്റില്ലിൽ ഞാൻ പ്രോപ്പറായിട്ടുണ്ട്, പടത്തിലില്ലാന്ന് എനിക്കറിയാം. അതോടുകൂടി നാട്ടിൽ വീണ്ടും അവനെ സിനിമയിലെടുത്തേ എന്ന് അവിടെ കോളേജിലൊക്കെ ഞാൻ സ്റ്റാറായി. എനിക്ക് സിനിമ വന്നപ്പോഴോ നേരെ തിരിച്ചല്ലേ കഥ. അവിടെ എവിടെയൊക്കെ നിന്നെ കണ്ടില്ല, പിന്നെ ആൾക്കാർ തുമ്മിയപ്പോൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ അവിടെ ഞാൻ തുടങ്ങുന്നത്. പിന്നെ അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മുഴുനീള കഥാപാത്രമായിട്ട് പിന്നെ ഏത് സിനിമ ചെയ്തിരുന്നു? പിന്നെ മുഴുനീള സിനിമ ഒരു 6-7 വർഷം അങ്ങനെ സിനിമകളിൽ ഇങ്ങനെ മുഴുനീളം സിനിമയുടെ കൂടെ നിൽക്കും നമ്മൾ. പക്ഷെ നമ്മൾ സിനിമയിൽ മുഴുനീളം ഉണ്ടാവില്ല. അങ്ങനത്തെ പടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. മറ്റേ എനിക്കൊരു വിനയൻ സാറിൻ്റെ വാർ ആൻഡ് ലവ്, അതിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ഡേ ഷൂട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡായിരുന്നു. അതൊരു വലിയ നമ്മൾ പറയില്ല, ഒരു മരം പോലില്ലാത്തൊരു മൊട്ടക്കുന്നാണ്. അവിടെ സെറ്റിട്ടിരിക്കുകയാണ്. അവിടെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ വെയിലും കൊണ്ട് മിലിറ്ററി ഡ്രസ്സ് ഇട്ടിട്ട് നിന്ന്. പക്ഷേ പടത്തിൽ ഈ പറഞ്ഞൊരു ഡയലോഗോ മറ്റോ കിട്ടി. അങ്ങനെ ഒരു 6-7 വർഷം പോകുന്ന യാത്രയിലാണ് ഞാൻ സർക്കാർ ദാദ എന്ന് പറഞ്ഞൊരു പടത്തിൽ. അപ്പോഴേക്കും മാഫിയ ശശി മാസ്റ്ററായിട്ടൊക്കെ നല്ല കണക്ഷൻ ആയിരുന്നു. മാഫിയ ശശി മാസ്റ്റർ എന്നെ വിളിക്കുന്നത് മറ്റേ സർക്കാർ ദാദയുടെ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ട്. ആ ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അതിൽ സലീം ബാബ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ്, പുള്ളി ആക്ടറും കൂടിയാണ്. പുള്ളി അതിൽ അഭിനയിക്കുന്നുണ്ട് ഈ ഫൈറ്റിൽ. അപ്പോൾ ഫൈറ്റ് പെർഫോമൻസ് കണ്ടിട്ട് പുള്ളി അന്ന് കായംകുളം കൊച്ചുണ്ണിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കൊച്ചുണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്.